നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് കേരള ഹൈക്കോടതി അനുവദിച്ച മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ആദ്യ പരാതിക്കാരി സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ആ ഒരു ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. ആദ്യ പരാതിക്കാരിയുടെ ഹർജിയാണ് ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുക. എന്താണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു തീരുമാനം? മാത്രമല്ല, രാഹുലിന്റെ വക്കീൽ എന്തൊക്കെ വാദങ്ങൾ മുന്നോട്ട് വയ്ക്കും, പരാതിക്കാരിയുടെ വക്കീൽ എന്തൊക്കെ വാദങ്ങൾ മുന്നോട്ട് വയ്ക്കും എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ശക്തമാണ്. പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടി ഉൾപ്പെടെ 10ഓളം പേരെ പീഡനത്തിനിരയാക്കിയെന്ന പരാതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലവിലുണ്ടെന്ന് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിൽ പരാതിക്കാരി ആരോപിക്കുന്നുണ്ട്. യുവതിയെ ബലാത്സംഗം ചെയ്യുകയും നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിക്കുകയും ചെയ്തെന്ന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് കേരള ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. ആദ്യ ബലാത്സംഗ കേസിലായിരുന്നു മുൻകൂർ ജാമ്യം. ഈ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യമാണ് പരാതിക്കാരി സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. മുൻകൂർ ജാമ്യം അനുവദിച്ചത് നിയമവിരുദ്ധമാണെന്നാണ് ഹർജിയിലെ വാദം. രാഹുൽ മുൻകൂർ ജാമ്യത്തിൽ കഴിയുന്നത് തന്റെ ജീവന് ഭീഷണിയാണെന്നും പരാതിക്കാരി പറയുന്നു. ഹൈക്കോടതിയിൽ രാഹുലിന്റെ ഹർജിയിൽ മിനി വിചാരണ നടത്തിയെന്നും പരാതിക്കാരി ആരോപിക്കുന്നു. കേസ് അന്വേഷണ ഘട്ടത്തിലാണെന്നും പരാതിക്കാരിക്കെതിരായ പരാമർശങ്ങൾ അനുചിതവും നിയമവിരുദ്ധമാണെന്നും ഇത് റദ്ദാക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. കേസിലെ ആദ്യ പരാതിക്കാരിയായി അഭിഭാഷകൻ KR സുഭാഷ് ചന്ദ്രനാണ് ഹർജി സമർപ്പിച്ചത്. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും നിയമസഭാംഗമായി തുടരുകയാണ്. അദ്ദേഹത്തിന് കോൺഗ്രസ് പാർട്ടിയുടെ പിന്തുണ ഇപ്പോഴും കിട്ടുന്നുണ്ടെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള പിന്തുണയും കിട്ടുന്നുണ്ട്. രാഹുൽ സൈക്കോപാത്ത് ആണെന്നും സാമൂഹ്യ വിരുദ്ധ സംഘങ്ങളുമായി ബന്ധമുള്ള വ്യക്തിയാണെന്നും പരാതിക്കാരി വ്യക്തമാക്കുന്നു. രാഹുൽ മുൻകൂർ ജാമ്യത്തിൽ കഴിയുന്ന തന്റെ ജീവന് ഭീഷണിയാണെന്നും ഹർജിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അബോർഷന് സ്വയം സന്നദ്ധ ആയിരുന്നില്ലെന്നും സമ്മതിപ്പിച്ചത് ഭീഷണിയിലാണെന്നും അതിജീവിത ഹർജിയിൽ വിശദീകരിച്ചിരുന്നു. ജാമ്യവേളയിൽ ഹൈക്കോടതി മിനി ട്രയൽ നടത്തി. ഇത് നിയമവിരുദ്ധമാണെന്നും ഹർജിയിൽ പരാമർശിച്ചിട്ടുണ്ട്. ഹൈക്കോടതി വിധിയിലെ ചില പരാമർശങ്ങൾ മരവിപ്പിക്കണമെന്ന് അതിജീവിത ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ ഒരു പരോക്ഷ വിമർശനം നടത്തിയിരുന്നു. അതെന്താണ്? അതിന്റെ വിശദാംശങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കഴിഞ്ഞ ദിവസം പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അതിരൂക്ഷമായ വിമർശനമുണ്ടായിരുന്നു. മാത്രമല്ല, മന്ത്രി മുഹമ്മദ് റിയാസിനെയും പ്രത്യക്ഷത്തിൽ, അതായത് പരോക്ഷമായി പരാമർശിച്ചുകൊണ്ട് ഒരു പ്രസ്താവന രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിരുന്നു. ഭാര്യയുടെ നാഫിക്ക് ചവിട്ടിയവന് പിന്നെ കൊടുത്ത സ്ഥാനം ഒന്നും എന്നെ കൊണ്ട് പറയിക്കേണ്ട എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ കഴിഞ്ഞ ദിവസം പരാമർശിച്ചു പോയത്. അതായത് മന്ത്രി മുഹമ്മദ് റിയാസ്, അദ്ദേഹം ഇപ്പോൾ മന്ത്രിയാണ്, അതിലുപരി അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മരുമകനാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഭാര്യ അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതായത് ഈ സ്ത്രീ ധനപീഡനം, അത്തരത്തിൽ ഗാർഹിക പീഡനം അടക്കമുള്ള ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. ഇതിനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പരാമർശിച്ചത്. പിന്നാലെ ഈ ഒരു വിഷയവും കൂടി ചർച്ചയാകുന്നുണ്ട്. മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ മുൻ ഭാര്യ നൽകിയ ഗാർഹിക പീഡന പരാതി വീണ്ടും തലപൊക്കുകയാണ്. സോഷ്യൽ മീഡിയ ചർച്ചകളിൽ സജീവമാകുന്നത് 2015 ആ കേസാണ്. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയും DYFI ദേശീയ അധ്യക്ഷനുമായ PA മുഹമ്മദ് റിയാസിനെതിരെ ഗാർഹിക പീഡനത്തിനായിരുന്നു മുൻ ഭാര്യ ഡോക്ടർ സമീഹ സയ്യിദ് അലവി പരാതി നൽകിയത്. റിയാസിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് SFI മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ ഡോക്ടർ സമീഹ ഉന്നയിച്ചത്. 2004 മുതലാണ് പീഡനം തുടങ്ങിയത്. ഇടയ്ക്കിടെ ചുമരിൽ ചാരി നിർത്തി മർദ്ദിക്കും. മർദ്ദനമേറ്റ് മൂത്രതടസ്സം വരെ ഉണ്ടായി. 50 രൂപ നൽകിയാൽ പാളയത്ത് പെണ്ണുങ്ങളെ കിട്ടുമെന്ന് വരെ പറഞ്ഞ് ആക്ഷേപിച്ചു. പീഡനം നിത്യസംഭവമായി. ഇതോടെ ആത്മഹത്യ ചെയ്യാൻ വരെ തോന്നി. പണത്തിനോടും പൊന്നിനോടും ആർത്തി. SFI സംസ്ഥാന കമ്മിറ്റി അംഗമായിരിക്കെയാണ് ജില്ലാ കമ്മിറ്റി അംഗമായ റിയാസിനെ പരിചയപ്പെടുന്നത്. രാഷ്ട്രീയം ഉപേക്ഷിച്ചാൽ മാത്രമേ വിവാഹത്തിന് സമ്മതിക്കൂ എന്ന് റിയാസിന്റെ കുടുംബം നിലപാട് സ്വീകരിച്ചു. 2002 മെയ് 27 പട്ടാമ്പി കൊപ്പം ജുമാഅത്ത് പള്ളിയിൽ വെച്ച് ഇരുവരുടെ വിവാഹം നടത്തി. 70 പവൻ സ്വർണമാണ് നൽകിയത്. 10 പവൻ അല്ലാതെ നൽകി. സ്വർണം മുഴുവൻ കൈക്കലാക്കി. സ്വർണം വേണ്ടെന്നാണ് റിയാസിന്റെ വീട്ടുകാർ ആദ്യം പറഞ്ഞത്. എന്നാൽ വിവാഹത്തിന് ശേഷം വീട്ടുകാർ പൊന്നിന്റെയും പണത്തിന്റെയും കാര്യത്തിൽ വാശി പിടിച്ചു തുടങ്ങി എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ ഈ പരാതിയിൽ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഭാര്യ ഉന്നയിച്ചിരുന്നു. തടി കൂടുതലാണ്, ഉയരം കുറവാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ വലിയ രീതിയിൽ മാനസിക പീഡനം നേരിട്ടിരുന്നു. MBBS കഴിഞ്ഞ ആളാണ് താൻ, പക്ഷെ പ്രാക്ടീസിന് വിട്ടില്ല. അതിന് അനുവാദം തന്നില്ല. TV കാണാനോ അനുവാദമില്ല. സുഹൃത്തുക്കളെ കാണാൻ പോലും സമ്മതമുണ്ടായിരുന്നില്ല. വീട്ടിലുണ്ടായിരുന്ന CD പ്ലെയർ വരെ എടുത്തു മാറ്റി. തൻ്റെ മക്കളുടെ പേര് പോലും റേഷൻ കാർഡിൽ ചേർത്തില്ല എന്നതടക്കമുള്ള ഗുരുതര ആരോപണമാണ് തൻ്റെ പരാതിയിലൂടെ ഉന്നയിച്ചിരുന്നത്.
മക്കളെ തന്നിൽ നിന്ന് തട്ടിയെടുക്കാൻ റിയാസ് ശ്രമിക്കുമെന്ന് ഭയപ്പെടുന്നതായി സമീഹ പരാതിയിൽ പറയുന്നുണ്ട്. ഇതേ തുടർന്ന് ആവശ്യമെങ്കിൽ പോലീസ് സംരക്ഷണം നൽകാൻ കോടതി ഉത്തരവിടുകയും ചെയ്തിരുന്നു. സമവായ ചർച്ചകളിലൂടെ ഗാർഹിക പീഡന പരാതി ഒത്തുതീർക്കുകയായിരുന്നു. വിവാഹമോചനവും നേടി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുമായുള്ള കല്യാണമായതോടെയാണ് സമീഹ കേസ് പിൻവലിച്ചത്. മക്കൾ സമീഹയ്ക്കൊപ്പമാണ്. ധാരണ പ്രകാരം പ്രതിമാസം 10,000 രൂപ കുട്ടികളുടെ ചെലവിലേക്കായി മുഹമ്മദ് റിയാസ് നൽകുന്നുണ്ട്. ഭാര്യ ഡോക്ടർ സമീഹ കോഴിക്കോട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഗാർഹിക പീഡന നിയമപ്രകാരം ഹർജി ഫയൽ ചെയ്തത്. ഹർജി ഫയലിൽ സ്വീകരിച്ച CJM MN സാബു റിയാസിന് നോട്ടീസ് അയച്ചു. ആവശ്യമെങ്കിൽ സമീഹയ്ക്ക് മക്കൾക്ക് സംരക്ഷണം നൽകാൻ നടക്കാവ് പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു. വലിയ രീതിയിലുള്ള വിവാദമായ കേസാണെന്ന്, വർഷങ്ങളായി കൊടിയ മർദ്ദനം, മാനസിക പീഡനം താൻ അനുഭവിക്കുന്നു എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങളാണ് ഭാര്യ അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചത്. മാത്രമല്ല ഇത്തരത്തിൽ കൊടും ക്രൂരതകൾ എണ്ണി പറഞ്ഞുകൊണ്ടുള്ള പരാതിയായിരുന്നു സമീഹ മുന്നോട്ട് വെച്ചത്. ശേഷം അത് ഒത്തുതീർപ്പായി പോവുകയായിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം രാഹുൽ മങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലൂടെ ഈ കാര്യം കൂടി പരാമർശിച്ചു പോയിരുന്നു. കഴിഞ്ഞ ദിവസം അതിരൂക്ഷമായ വിമർശനമാണ് മുഖ്യമന്ത്രിക്കെതിരെ രാഹുൽ മങ്കൂട്ടത്തിൽ നടത്തിയത്. രാഹുലിൻ്റെ വിമർശനം ഇപ്രകാരമായിരുന്നു: മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, താങ്കളുടെ സ്ത്രീപക്ഷ നിലപാടുകളൊക്കെ വെറും PR തട്ടിപ്പും രാഷ്ട്രീയ അവസരവാദവും രാഷ്ട്രീയ വിരോധം തീർക്കലും ഒക്കെയാണെന്ന് ഇതിനോടകം കേരളത്തിന് നന്നായിട്ട് ബോധ്യമായിട്ടുണ്ട്. ഒന്നും അറിയാതെ ആരുടെയോ സ്ക്രിപ്റ്റിലെ ഒരു കഥാപാത്രമാണ് താങ്കൾ എന്ന് കഴിഞ്ഞ ദിവസം ആ കപ്പിനെ പറ്റിയുള്ള താങ്കളുടെ അഭിമുഖത്തിൽ തന്നെ പറഞ്ഞു. ശ്രീ വിജയൻ താങ്കളുടെ സർക്കാർ മുൻ CPM MLA കുഞ്ഞു മുഹമ്മദിന്റെ പരാതി മുക്കിയത് ആ പരാതിക്കാരി തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ശ്രീ മുകേഷിനെതിരെ ആരോപണം വന്ന് മാസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തെ പാർലമെന്റിൽ മത്സരിപ്പിച്ച ആളാണ് താങ്കൾ. ശ്രീ വിജയൻ ഇന്ന് ന്യായീകരിച്ചല്ലോ ശ്രീ ഗണേഷ് കുമാറിനെ അത് കുടുംബ പ്രശ്നമാണെന്ന് പറഞ്ഞ്. അതെ, ഗണേഷ് കുമാറിനോട് അന്നത്തെ ഭാര്യ ഉന്നയിച്ച പരാതിയുടെ പേരിൽ ഉമ്മൻചാണ്ടി സാറിന്റെ സർക്കാരിൽ നിന്ന് മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്ന് താങ്കൾ പറഞ്ഞിട്ടില്ലേ? ഇന്ന് അതേ ഗണേഷ് കുമാറിന്റെ ഇപ്പോഴത്തെ ഭാര്യ താങ്കളുടെ മകളോടും താങ്കളുടെ പോലീസിനോടും വരെ പരാതി പറഞ്ഞിട്ട് ആ സ്ത്രീയെ സഹായിച്ചോ? എന്നെ ഹോട്ടൽ വളഞ്ഞ് താങ്കളുടെ പോലീസ് അറസ്റ്റ് ചെയ്തു. പറ്റാവുന്നത്ര അപരാധം യാതൊരു തെളിവുമില്ലാതെ എഴുതി പിടിപ്പിച്ച് കോടതിയിൽ കൊടുത്തിട്ട് എന്തായി? കോടതികൾ പറഞ്ഞത് കൂടി സമയം കിട്ടുമ്പോൾ ഒന്ന് വായിച്ചു നോക്കണം. ഇനി കൂടുതൽ ക്ലാരിറ്റി വേണമെങ്കിൽ കോടതിയിൽ സമർപ്പിച്ച തെളിവുകളും ഇനി സമർപ്പിക്കാൻ പോകുന്ന തെളിവുകളും ഞാൻ പോലീസിന് കൈമാറാം. അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇല്ലാത്ത വാർത്തകൾ പുറത്തുവിടുന്ന ആ പോലീസ് ഈ തെളിവുകൾ അങ്ങ് പുറത്തുവിടട്ടെ. എന്തായാലും എല്ലാ സത്യവും പുറത്തു വരും. എനിക്കെതിരെ ആരോപണം വന്നപ്പോൾ തന്നെ എൻ്റെ പ്രസ്ഥാനവും എൻ്റെ നേതാക്കന്മാരും എന്നെ കേൾക്കുക പോലും ചെയ്യാതെ നടപടി എടുത്തിട്ടുണ്ട്. അതിൽ ഈ ലോകത്ത് എൻ്റെ പ്രസ്ഥാനത്തെപ്പറ്റി പരാതി പറയാൻ എനിക്കല്ലാതെ മറ്റാർക്കും അവകാശമില്ലാത്ത അത്ര വേഗതയിലും എതിർവാദം കേൾക്കാൻ പോലും തയ്യാറാകാതെ നടപടിയെടുത്ത കോൺഗ്രസിൻ്റെ തട്ട് താണു തന്നെ ഇരിക്കും. പറയാൻ സർക്കാരിൻ്റെ നേട്ടങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ഇത് വിഷയമാക്കണമെങ്കിൽ ആക്കിക്കോ. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ബാക്കി ജനം തരും. ഭാര്യയുടെ നാഫിക്ക് ചവിട്ടിന് പിന്നെ കൊടുത്ത സ്ഥാനമൊന്നും എന്നെ കൊണ്ട് പറയിക്കേണ്ട. ശ്രീ വിജയ, ചുമ്മാ വിരട്ടാൻ നോക്കണ്ട. ജയിലിൽ ആക്കിയാലല്ല, കൊല്ലാൻ നോക്കിയാൽ പേടിക്കില്ല എന്നായിരുന്നു രാഹുൽ മങ്കൂട്ടത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്.